സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുഷിത, എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, പാർട്ടിസിപ്പൻസ് എത്ര പേരായി? 46 പേരെ ആയിട്ടുള്ളൂ. കുറച്ചു പേരൊക്കെ നോമ്പ് തുറയും ആയിട്ട് തിരക്കായിരിക്കും. എന്നാലും നിങ്ങളുടെ ടീമിലെ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. പെട്ടെന്ന് തന്നെ അറിയിക്കുക. നമ്മളുടെ ടീം മീറ്റ് ആരംഭിക്കാനായിട്ട് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. കാരണം ഇന്നത്തെ ടീം മീറ്റിന്റെ പ്രത്യേകത ഇന്നൊരു അച്ചീവേഴ്സ് മീറ്റ് ആണ്. അച്ചീവ് ചെയ്ത വ്യക്തികളുടെ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് നേടിയിട്ടുണ്ടോ എങ്കിൽ എനിക്കും നേടാൻ സാധിച്ചേക്കും, അല്ലെ? അങ്ങനെ വിചാരിച്ച് ബിസിനസ് ചെയ്യുന്നവർ, ബിസിനസ് ആയിക്കോട്ടെ നമ്മുടെ ലൈഫിലെ എന്ത് തന്നെയാണെങ്കിൽ കൂടെ നമ്മൾ മറ്റുള്ളവർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കും. അങ്ങനെ മറ്റുള്ളവരെ കണ്ട് അവരുടെ റിവ്യൂസ് എടുത്തിട്ട് അല്ലെങ്കിൽ അതിലൂടെയാണ് നമ്മളുടെ ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ബിസിനസ്സിലും നമ്മൾക്കൊരു ഊർജ്ജം ലഭിക്കാനായി, അല്ലെങ്കിൽ നമ്മളുടെ ടീംമേറ്റ്സിന് ഒരു ഊർജ്ജം ലഭിക്കാനായി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അച്ചീവേഴ്സ് മീറ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ടീംമേറ്റ്സിനെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് ഈ ഒരു ടീം മീറ്റിലേക്ക് കേറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഒരു ജസ്റ്റ് ഇന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള, നമ്മൾ എല്ലാവരും വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികളാണല്ലേ, ഇന്ന് വാട്സപ്പിൽ കണ്ടിട്ടുള്ള ഒരു സ്റ്റാറ്റസ് പെട്ടെന്ന് എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തു. ആ ഒരു കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലെ കാണിച്ചിരിക്കുന്നത് ഒരു കുട്ടിയും കുട്ടിയുടെ ഒരു പെറ്റ് ആയിട്ടുള്ള ഒരു നായ്ക്കുട്ടിയും അടുത്തിരിക്കുകയാണ്. അപ്പൊ കുട്ടി പറയാണ്, വി ഓൺലി ലീവ് വൺസ്. നമ്മൾ ഒരു പ്രാവശ്യമേ ജീവിക്കുന്നുള്ളൂ. അപ്പൊ ആ പട്ടിക്കുട്ടി പെറ്റ് പറയാണ്, റോങ്, നീ പറഞ്ഞത് തെറ്റ്. വി ഡൈ വൺസ്. നമ്മൾ മരിക്കുന്നത് ഒരു പ്രാവശ്യം, പക്ഷെ എവ്രി ഡേ വി ലീവ്. നമ്മൾ എല്ലാ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ബിസിനസ് ലൈഫിലാണെങ്കിലും നമ്മൾ എല്ലാവരും ഓരോ ദിവസവും നമ്മൾക്ക് ഓരോ പുതിയ ദിനങ്ങളാണ്. നമ്മൾ ഓരോ CEP-ലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ CEP-ലൂടെ സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നു. ഓരോ ദിവസങ്ങളിലും നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന സാഹചര്യങ്ങളെല്ലാം, അനുഭവങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണ്, അല്ലെ? ഒരു ദിവസം ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ലൈഫിലെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ബിസിനസ്സിൽ ചിലപ്പോൾ ഇന്ന് നമ്മൾ ബിസിനസ് ഷെയർ ചെയ്യുന്ന വ്യക്തികൾ ബിസിനസ്സിലേക്ക് സൂമിലേക്ക് കയറിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ഐഡിയ എടുക്കുന്നുണ്ടാവും. ബിസിനസ് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തികളാവാം. പക്ഷെ ചില ദിവസങ്ങളിൽ അങ്ങനെയല്ല, അല്ലെ? തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ 10 പേരോട് ബിസിനസ് ഷെയർ ചെയ്യുമ്പോൾ ആരും തന്നെ അത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെ? അപ്പൊ എല്ലാ ദിവസങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളാണ്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാ ദിവസവും ജീവിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ടാവുന്നത്. അപ്പൊ ആ ഒരു കോട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് വളരെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങളോടൊത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ജീവിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ ദിവസവും ഈ ഒരു ബിസിനസ്സും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഒത്തിരി ദർഹിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മളുടെ അച്ചീവേഴ്സ് മീറ്റിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള നമ്മളുടെ സ്വന്തം സുകുമാരൻ ചേട്ടനെയാണ്. നമുക്ക് പഴയ ആളുകൾക്ക് എല്ലാവർക്കും വളരെ പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം എല്ലാ മീറ്റിങ്ങുകളും ക്യാം ഓൺ ചെയ്ത് ചേച്ചിയും ഉണ്ടാവാറുണ്ട്. ചേച്ചി ഇപ്പോ പണിത്തിരക്കിലായിരിക്കും. ചേട്ടനും ചേച്ചിയും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരു ഫാമിലി ആയിട്ട് അത്രയും സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസിനെ കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹം നമുക്കറിയാം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ബ്രാൻഡ് ന്യൂ ബ്രോൺസ് ഡയറക്ടർ ആണ്. വളരെ വൈകി വന്ന ഒരു വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ അദ്ദേഹം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് നിന്നത് കൊണ്ടുള്ള ഒരു വിജയമാണത്. അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമ്മൾക്ക് കേൾക്കാം. ഞാൻ വളരെ സ്നേഹപൂർവ്വം വളരെ ബഹുമാനത്തോടെ സുകുമാരൻ ചേട്ടനെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു മാം, താങ്ക് യു. എന്നെ വളരെ നന്നായിട്ട് തന്നെ മാഡം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മാഡത്തിന്റെ സപ്പോർട്ട് എനിക്ക് കുറെ കിട്ടിയിട്ടുള്ളതല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് ഒരു ബ്രോൺസ് ഡയറക്ടർ ആവാൻ പറ്റിയിട്ടുണ്ട്. അതിന് എന്നെ സഹായിച്ച എൻ്റെ മെന്ററും നമ്മുടെ എല്ലാം ലീഡറുമായിട്ടുള്ള ഷാജി സാറിന് തന്നെയാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ ബിസിനസ്സിൽ എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ സുമയ്യ മാഡത്തിനോടും, അതുപോലെ വ്യക്തിപരമായിട്ടും രാഷ്ട്രമായിട്ടും എന്നെ സഹായിച്ചിട്ടുള്ള സുഷിത മാഡത്തിനോടും, അതുപോലെ നേതു മാമിനോടും
പ്രത്യേകിച്ച് നമ്മളെല്ലാം വെൽനസ് ഗുരുവായിട്ടുള്ള വിനോദ് സാറിനോടും നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയുന്നതാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ എന്നെ കയ്യിലെത്തിച്ച ജാൻസി മാഡത്തിനോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാൻ ഉദ്ദേശിക്കുകയാണ് കേട്ടോ. എൻ്റെ പേര് സുകുമാരൻ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് കുറ്റിപ്പുറം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം എൻ്റെ വൈഫിനോട് കൂടിയിട്ട്, ആദ്യമല്ല ഇപ്പോഴും തന്നെ വൈഫും ഫാമിലിയോട് ഒക്കെയാണ് ഈ ബിസിനസ് ആദ്യമായിട്ട് അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും ചെയ്യാനും തീരുമാനിച്ചത്. കാരണം നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിലൊരു വിപത്ത് വന്നതിന് ശേഷം, കൊറോണ എന്നൊരു വിപത്ത് വന്നതിന് ശേഷം ഒരു അധിക വരുമാനം ആവശ്യമായി വന്ന സമയത്താണ് ഞാനൊരു നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊരു അധിക വരുമാനത്തെ കുറിച്ചും എക്സ്ട്രാ ഇൻകത്തെ കുറിച്ചും ഒരു പാർട്ട് ടൈം ആയിട്ടൊരു ജോലിയെ കുറിച്ചൊക്കെ ആലോചിച്ചു തുടങ്ങിയത്. സത്യം പറയാലോ, ഒരു മൂന്നാല് സോഷ്യൽ മീഡിയയിലൂടെ കേട്ട് പരിചയിച്ച, പിന്നെ നമ്മളെ ഒരുപാട് ബിസിനസ്സിലൂടെ കുറച്ച് സാമ്പത്തികമായിട്ടും കുറച്ച് പൈസ ഒക്കെ നഷ്ടപ്പെടാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളൊരു അവസരം വരുമ്പോൾ അതാണല്ലോ നമ്മളെ മുന്നിൽ വരുന്ന അവസരം. ഏതാണ് അവസരം എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ അങ്ങനെ മൂന്നാല് ബിസിനസ്സിലൂടെ എൻ്റെ ഒരു കുറച്ച് ഇൻവെസ്റ്റ്മെന്റും കുറച്ചൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിട്ടിട്ടില്ലായിരുന്നു. എന്താ വെച്ചാൽ, കാരണം എനിക്കൊരു മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി വേണം, ഒരു അധിക വരുമാനം വേണം. ഒരു എക്സ്ട്രാ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ കുടുംബം മുന്നോട്ട് പോകുള്ളൂ എന്ന് തീരുമാനത്തിൽ തന്നെയാണ് എൻ്റെ കൈകളിലേക്ക് ഈ ഒരു മെസ്സേജിലൂടെ ഒരു അവസരം എനിക്ക് വന്നത്. കാരണം ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പാർട്ട് ടൈം ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കുറിച്ചപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ഞാൻ ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ അധ്വാനിച്ചിട്ട് കുറേ പൈസ നമ്മൾ കുറേ മണി ചെയിൻ പോലുള്ള ബിസിനസ്സിൽ കൊണ്ട് നഷ്ടപ്പെടുത്തി. പക്ഷെ അവിടുന്ന് കണ്ടാണ് ഞാൻ ഈ വെസ്റ്റേജ് എന്ന കുറിച്ചിട്ട് ഞാൻ ആ യൂട്യൂബിലൂടെ അറിയാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എത്തിച്ചപ്പോൾ ഞാൻ ഉടനെ തന്നെ നമ്മളെ അപ്ലൈനെ തിരിച്ചു വിളിച്ചു. ഞാൻ എന്താണ് ആ ബിസിനസ് എന്ന് ചോദിച്ചു. കാരണം എന്താ വെച്ചാല്, നമ്മൾക്ക് ഒരു ചെറിയ വരുമാനം കിട്ടുകയാണെന്നെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിലും ചെയ്യാം എന്നുള്ള ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഒരു വരുമാനം കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മറ്റൊന്നിനെ കുറിച്ചും ആലോചിച്ചില്ല. ഞാൻ എൻ്റെ അപ്ലൈനായ സുമയ്യ മാഡത്തിനോട് ഞാൻ വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു. സുമയ്യ മാഡം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അന്ന് മീറ്റിങ്ങിന്റെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു. നമ്മളെല്ലാവരും നമ്മൾ ഫസ്റ്റിലിരുന്ന മീറ്റിങ്ങിന് അറ്റൻഡ് പോലെ ഞാനും അറ്റൻഡ് ചെയ്തു. പക്ഷെ അന്ന് എനിക്ക് മീറ്റിങ്ങിലൂടെ എനിക്ക് എന്തൊക്കെ എനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്തോ ഒന്ന് ഇതിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം എന്തോ ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത, പക്ഷെ അതിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരുപാട് ബിസിനസ്സിലൂടെ പൊട്ടിപ്പോയി എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സ് മാറ്റാനോ എൻ്റെ ചിന്താഗതി മാറ്റാനോ ബിസിനസ്സിൽ ഇൻവോൾവ് ആയാനോ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ കാലക്രമേണ ഞാൻ ബിസിനസ് കേട്ട് 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 ഏകദേശം ഒരു മാസത്തോളം മീറ്റിംഗ് കേട്ടതിന് ശേഷമാണ് ഞാൻ ബിസിനസ്സിനെ ഐഡിയ എടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. പിന്നെ ആ പ്രൊഡക്റ്റിനെല്ലാം വലിയ വലിയ റിസൾട്ട് കിട്ടി. അങ്ങനെ ഞാൻ ബിസിനസ്സിൽ കൂടുതൽ 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 ഇൻവോൾവ് ആകാൻ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. കാരണം ഒരു കുറച്ച് ഹെൽത്ത് ഇഷ്യൂവും അതുപോലെ നമ്മളെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം എനിക്ക് ബിസിനസ്സിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടൊരു മാറ്റം എനിക്ക് വന്നു തുടങ്ങി. കാരണം ബിസിനസ്സിലൂടെ ഒരു അലർജി പോലെ എനിക്ക് തോന്നി തുടങ്ങി. പക്ഷെ പിന്നീട് ഞാൻ അങ്ങനെ നിൽക്കുന്ന അവസരത്തിലും ഇനി എങ്ങോട്ട്, കാരണം ആകെ ഒരു വഴിയുള്ളത് വെസ്റ്റേജ് മാത്രമേ ഉള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചു പോയപ്പോഴല്ലോ, നമ്മൾ വെസ്റ്റേജ് നമ്മൾ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു എനിക്ക് അത്രയും കാലം വെസ്റ്റേജിൽ നിന്ന് വീട്ടിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞത്. പക്ഷെ അവിടെ നിന്ന് കണ്ട് ഞാൻ വെസ്റ്റേജ് എന്താണെന്നുള്ളത്, ഞാൻ അതുവരെ വെസ്റ്റേജിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വെസ്റ്റേജ് എന്നിലേക്ക് വന്നത് ഇപ്പോൾ ഒരു 3-4 മാസം ആയിട്ടുള്ളൂ. കാരണം അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ബോണസ് എന്ന പിന്നിൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞ മാസം എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം എത്രത്തോളം നമ്മളെ അപ്ലൈനോട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു അത്രത്തോളം നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. കാരണം നമ്മളെ അപ്ലൈനോട് നമ്മൾ അടുക്കുമ്പോൾ അപ്ലൈൻ നമ്മളോട് അടുക്കും, നമ്മൾ അപ്ലൈനോട് അടുക്കുമ്പോൾ അകലുമ്പോൾ നമ്മൾ അപ്ലൈനിൽ നിന്ന് അല്ല, നമ്മളിൽ നിന്ന് അപ്ലൈൻ അകലും. കാരണം എൻ്റെ അനുഭവം അതായിരുന്നു. കാരണം കുറച്ച് ഒരു 5-8 മാസം എനിക്ക് വളരെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് സാറിന് ഞാൻ ഡെയിലി ഗുഡ് മോർണിംഗ് അയച്ചിരുന്നു. എല്ലാവരോടും നമ്മളൊരു വളരെ ഇൻവോൾവ് ആയിരുന്നു. എനിക്ക് എന്തോ അറിയില്ല, എനിക്ക് വെസ്റ്റേജിൽ നിന്ന് വളരെ ഒരു നെഗറ്റീവ് മാത്രം, വെസ്റ്റേജിൽ വേണ്ട വേണ്ട എന്നുള്ള തോന്നലുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ മുന്നോട്ട് ആലോചിച്ചപ്പോ, കാരണം വെസ്റ്റേജ് അല്ലാതെ വേറെ ഒരു വഴി, കാരണം നമ്മൾ ലാസ്റ്റ് അവസാനം ദിവസം വരുമെന്നല്ലോ
ആ അവസരത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെസ്റ്റേജിനെ വിട്ടില്ല, കൂടെ പിടിച്ചു. സാറ് പറഞ്ഞതുപോലെ കൂടെ നിന്നു, എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ പോലെ നമ്മളിതിന്റെ സിസ്റ്റം എന്നാണ്. വെസ്റ്റേജിന്റെ സിസ്റ്റം എനിക്ക് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ ആ മാറി നിന്ന സമയത്താണ് എനിക്ക് ബിസിനസിന്റെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായത്. കാരണം അതുവരെ വെസ്റ്റേജിൽ ഉണ്ടെങ്കിലും കൂടി നമ്മൾ മെന്റലി നമ്മൾ ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം നമ്മളൊരു സാധാരണക്കാരനായ ഒരു വ്യക്തി, നമ്മൾ സാധാരണക്കാരനെ ജീവിച്ചിട്ട് നമ്മളെ മൈൻഡിൽ മുഴുവൻ ഒരു സാധാ ജീവിതമായിരുന്നു. പക്ഷെ ഇത് ഒരു റിച്ച് ഇതൊരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണമെങ്കിൽ, സാധാരണക്കാരനിടയിൽ നിന്ന് ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വന്ന ആ സമയമാണ് എനിക്ക് ഈ ബിസിനസ്സിൽ കുറച്ച് മാറി നിൽക്കുന്നത്. സോറിയിട്ട് ഒരു കോള് വന്നു പോയതാണ്. ഓക്കെ ചേട്ടാ, സംസാരിച്ചോളൂ. കോള് വന്നതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് കുഴപ്പമില്ല, സംസാരിച്ചോളൂ. മാഡം, എനിക്ക് ആ ഫ്ലോ പോയി തുടങ്ങി. അപ്പോൾ എനിക്ക് ലാസ്റ്റ് എല്ലാവരോടും പറയാനുള്ളത്, ഒരിക്കലും വെസ്റ്റീജിനെ വിട്ടു പോകരുത്. വെസ്റ്റീജിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം വെസ്റ്റീജിൽ നിന്ന് കിട്ടും. കാരണം അതിന്റെ ഒരു ഉദാഹരണം തന്നെ ഞാനാണ്. കാരണം എനിക്ക് അത്രയേറെ, ഞാൻ 2 വർഷത്തോളം ഞാൻ വെസ്റ്റീജ് ബിസിനസ് വന്നത്. ഇന്നല്ലെങ്കിൽ നാളെ വെസ്റ്റീജിൽ നിന്ന് എനിക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരം ഇതിലുണ്ട് കൊണ്ടാണ് എനിക്ക് വെസ്റ്റീജിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു മാഡം, എനിക്കൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല, കാരണം ഒന്നാമത്തെ സന്തോഷം കൊണ്ട് തന്നെയാണ്. കാരണം ഒരു ഇത്രയേറെ വർഷമായിട്ട് ഇത്രയേറെ സാലറി നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു സന്തോഷം കൊണ്ട് എനിക്ക് എന്താന്ന് പറയാന്ന് അറിയണില്ല. അപ്പൊ ഇത്രയൊക്കെ മാഡം എന്നോട് എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും വെസ്റ്റേജിനെ വിട്ട് ഒരിക്കലും വെസ്റ്റേജിൽ പോകരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എന്തിനാണ് ആഗ്രഹിച്ചത് അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽ ഗുഡ് നൈറ്റ്. താങ്ക് യു സുകുമാരൻ ചേട്ടൻ. വളരെ ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ച പോലെ തോന്നിയല്ലേ. അപ്പൊ ഇതിലൊരു കമന്റ് ഇപ്പൊ വന്നിരുന്നു, ക്ഷമ ആട്ടിൻ സൂപ്പിന് ഫലം ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും അത് പറയാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കമന്റ് ഇട്ടത്. അതും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് തന്നെ ആ ഒരു കമന്റ് കൊടുത്തതിലും വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ക്ഷമിച്ചു നിന്നാൽ വളരെ അധികം വലിയ വിജയങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നൊരു ഉത്തമ ഉദാഹരണമാണ് സുകുമാരൻ ചേട്ടനിലൂടെ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. കാരണം നമ്മുടെ എല്ലാം ഇപ്പോ ലാസ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഉള്ളത് കൊണ്ട് അല്ലെ, നമുക്കൊരു റിച്ച് മൈൻഡ് സെറ്റ് ഇല്ല. നമ്മളെല്ലാവരും എന്താണ്, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ നമ്മൾ കേട്ടു വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലെ, ഉള്ളത് കൊണ്ട് ജീവിക്കുക, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. അതാണ് നമ്മുടെ കാരണവന്മാരെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ. അത് തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു വെസ്റ്റേജ് ബിസിനസ്സിൽ വന്നതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആ ഒരു പുവർ മൈൻഡ് സെറ്റിൽ നിന്ന് റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നമുക്കും സാധിക്കും. കാരണം നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികളും അതുപോലെ തന്നെ നമ്മളെക്കാൾ ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിക്കോട്ടെ, എന്തൊക്കെ ഒരുപാട് കുറഞ്ഞ വ്യക്തികൾ വരെ നമ്മളെക്കാൾ വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്നു ഈ ഒരു വെസ്റ്റേജ് ബിസിനസിന്റെ സിസ്റ്റം ഫോളോ ചെയ്തതിലൂടെ. അപ്പൊ നമുക്കും ഈ ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്ന ഒരു സന്ദേശം കൂടെ നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ സുകുമാരൻ ചേട്ടൻ കുറച്ച് നാള് മാറി നിന്നു, തിരിച്ചു വീണ്ടും വെസ്റ്റേജിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തിരിച്ചു വന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ ചേട്ടനെ കാത്തിരിക്കുന്നുണ്ട്. വലിയ വലിയ പിൻ ലെവൽസ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് വലിയ ഇൻകം ലെവൽസിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് സർവേശ്വരൻ ചേട്ടന്റെ ഫാമിലിയെയും വളരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത അച്ചീവറിനെ കാണണ്ടേ. ഈ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വീട്ടമ്മയാണ്. വീട്ടമ്മ എന്നതിലുപരി മാം എന്ന് പറയുന്നതിലും കുറച്ചും കൂടെ എളുപ്പം ഞാൻ ചേച്ചി എന്ന് വിളിക്കാം. ചേച്ചി ഒരു ടെക്സ്റ്റൈൽസ് ഫീൽഡിൽ ഒരു എന്താണ് ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലി ചെയ്യുന്നതിന്റെ കിട്ടുന്ന കുറച്ച് സമയം, ടെക്സ്റ്റൈൽസ് ഫീൽഡിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം ആ ഒരു ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു സെയിൽസ് വുമൺ ആയിക്കോട്ടെ, ബില്ലിംഗ് സ്റ്റാഫ് ആയിക്കോട്ടെ, രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പോരുന്ന ഒരു സമയം വരെ നമുക്ക് ഇരിക്കാൻ ഒക്കത്തില്ല.
ഇരിക്കാൻ കുറച്ച് സമയം, വളരെ നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുന്നത്. ബാക്കി ഒരു സമയത്തും ഇരിക്കാൻ സമ്മതിക്കില്ല. അത്രയധികം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ് ടെക്സ്റ്റൈൽസ് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഒരു ഫീൽഡിൽ നിന്നിട്ട് ഒരു എക്സ്ട്രാ വരുമാനം, അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നല്ല ഗ്രോത്തിലൂടെ ഈ ഒരു ബിസിനസ്സിൽ കഴിഞ്ഞ മാസം 12% അച്ചീവ് ചെയ്തിട്ടുള്ള നിർമ്മല ചേച്ചിനെയാണ് ഞാൻ അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ചേച്ചി ഞാൻ പറഞ്ഞു ബൈ പ്രൊഫഷൻ ടെക്സ്റ്റൈൽസ് ഫീൽഡാണ്, പക്ഷെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ എത്രയും വേഗം ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി വെസ്റ്റീജ് ബിസിനസ്സിലേക്ക് പൂർണ്ണമായിട്ട് വരാൻ സാധിക്കും. ഇപ്പോൾ പാലക്കാട് നിന്നാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ചേച്ചി വളരെ സ്നേഹപൂർവ്വം ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ചേച്ചി പ്ലീസ് വെൽക്കം. താങ്ക് യു സുഷിത മാം. താങ്ക് യു സുഷിത മാം, എന്നെ വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. എൻ്റെ പേര് നിർമ്മല. ഞാൻ പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. സുഷിത മാം പറഞ്ഞതുപോലെ ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. രാവിലെ പോയാൽ രാത്രി 8:15 വീട്ടിലെത്തണമെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറച്ച് ടൈമാണ് നമുക്ക് ഉറങ്ങുന്നതിന് കുറച്ച് മുമ്പുള്ള കുറച്ച് ടൈമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. പിന്നെ രാവിലെ മോർണിംഗ് CP കേൾക്കാറുണ്ട്. രാവിലെയും കുറച്ച് ടൈമേ കിട്ടാറുള്ളൂ. അപ്പോൾ ആ സമയം വെച്ചിട്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. പിന്നെന്താ വെച്ചാല് അപ്ലൈൻമാരുടെ സഹായം നല്ലോണം ഉണ്ട്. ഷായി സാറിന്റെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. ഷായി സാറ് വളരെയധികം സഹായിക്കുന്നുണ്ട്. എപ്പോ ഒരു വോയിസ് ഇട്ടാലും അപ്പൊ തന്നെ അതിന് റിപ്ലൈ കിട്ടും. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഷായി സാറിനോടും സുമാൻ ചേട്ടനോടും സുമയ മാഡത്തിനോടും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഇതിൽ വന്നത് എന്ന് പറഞ്ഞാല്, ഞാൻ ഇതിനു മുന്നേ ഒരു 2 വർഷം മുന്നേ വേറൊരു കമ്പനിയുടെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ ആൻഡ് ഓൺ മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്തപ്പോഴും എന്താണ് അതിൽ ഇങ്ങനെ നമുക്ക് ഈ കമ്പനി പോലെയല്ല. അതായത് അതിൽ ബൾക്കായിട്ട് സാർ എപ്പോഴും പറയാറുള്ളതാണ്, ഷായി സാർ എപ്പോഴും പറയും, ബൾക്കായിട്ട് കുറെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കട്ടിലിന്റെ അടിയിൽ സൂക്ഷിക്കുക എന്നുള്ള കാര്യം. അതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. കുറെ പ്രോഡക്റ്റ് വാങ്ങിച്ചു. 10-15,000 രൂപയ്ക്ക് പ്രോഡക്റ്റ് വാങ്ങിച്ചു. 3 ലെഗിൽ 5,000 രൂപ വെച്ചിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രോഡക്റ്റ് വാങ്ങിച്ചു. പ്രോഡക്റ്റ് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തു. ബാക്കി പ്രോഡക്റ്റുകളൊക്കെ കുറെ ഇങ്ങനെ എടുത്തു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കട്ടിലിന്റെ ഇടയിൽ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ പിന്നെ അതിന്നൊക്കെ വിട്ടു. അതിന് നമുക്കൊരു ഇൻകം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അതിന്ന് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു മെസ്സേജ് ഫോണിൽ കണ്ടപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ മീറ്റിങ്ങിന്റെ ലിങ്ക് ഒരു ദിവസം കണ്ടു. അങ്ങനെ മീറ്റിങ്ങിൽ കയറി. ഷായി സാറിന്റെ മീറ്റിംഗ് വളരെ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് കേട്ടപ്പോൾ ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് തുടങ്ങാൻ കഴിയും. പിന്നെ പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അധിക വില ഇല്ലാത്ത സാധനങ്ങളാണ്. അതായത് പ്രൈസ് അധികം വരുന്നില്ല. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ കയറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഷായി സാറിന്റെ മീറ്റിംഗ് 2-3 ദിവസം കേട്ടു. അങ്ങനെ ഞാൻ പിന്നെ അതിൽ ജോയിൻ ആവാൻ തീരുമാനിച്ചു. സാറിന്റെ മീറ്റിംഗ് ആണ് എന്നെ ഇതിലേക്ക് ശരിക്കും അടുപ്പിച്ചത്. അങ്ങനെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു. പിന്നെ ജോയിൻ ചെയ്ത സമയം മുതൽ ഇതുവരെ ഞാൻ 100 PV കൺസിസ്റ്റൻസിയാണ് ചെയ്യുന്നത്. അത് മാറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇതിൽ ചെയ്യണം എന്ന് നല്ലോണം ആഗ്രഹമുണ്ട്, പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ടൈം കിട്ടുന്നില്ല. അതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ഉള്ളത്. പിന്നെ എല്ലാ പ്രോഡക്റ്റുകളും വാങ്ങിക്കുന്ന പ്രോഡക്റ്റൊക്കെ അധികം നമ്മൾ വീട്ടിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് PCOD ഉണ്ട്. അപ്പം മോൾക്ക് PCODക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആംല, പഞ്ചതുളസി, നീം അങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റുകളും വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൈ വെസ്റ്റ് അൾട്രാ വാഷിന്റെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, കംപ്ലീറ്റ് പ്രൊഡക്റ്റ് യൂസർ. പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാനും ആർക്കും കൊടുക്കാനും അങ്ങനെയൊന്നും എനിക്ക് പറ്റാറില്ല. എല്ലാ പ്രൊഡക്റ്റുകളും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടോ വേസ്റ്റ് ആയിട്ടോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേസ്റ്റ്, പിന്നെ കുറച്ച് 1-2 പ്രാവശ്യം 1-2 പേർക്കൊക്കെ കുറച്ച് എണ്ണ കൊടുത്തിട്ടുണ്ട്, ബ്രാൻ ഓയിൽ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ചേച്ചി കേൾക്കുന്നില്ല. നല്ല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
കേൾക്കുന്നില്ലേ മാം? ഇപ്പൊ കേൾക്കാം, ഹലോ. പറഞ്ഞോളൂ. ആ പറഞ്ഞു കേൾക്കാം. പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് എല്ലാവരും നല്ല റിസൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റുകളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ പുറത്തുനിന്നുള്ള ഒരു പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നില്ല. എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോ 12% എത്താൻ കഴിഞ്ഞു. അത് നമ്മുടെ അപ്ലൈന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണെങ്കിലും സാറിന്റെ ഒക്കെ നല്ല ഹെൽപ്പോട് കൂടി ഇപ്പൊ 12% എത്താൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. സായി സാറിനോടും സുമയ്യ മാഡത്തിനോടും സുമാൻ ചേട്ടനോടും ഒക്കെ വളരെയധികം നന്ദി പറയാണ്. ഇനി ഇതില് പ്രവർത്തിക്കാൻ ഇത് എന്തായാലും വിട്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിൽ തന്നെ നിൽക്കണം, വിജയിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ സുഷിത മാം പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു റിസ്ക് അറിയാലോ. അപ്പൊ അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് പ്രത്യേകിച്ച് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നല്ലൊരു ഇൻകം വരവ് തുടങ്ങിയാലേ നമുക്ക് അതിന്ന് വിട്ടു നിൽക്കാൻ കഴിയുള്ളൂ. കാരണം ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഒന്നിനും ടൈം കിട്ടില്ല. അപ്പൊ പിന്നെ ഒരു ലീവ് ഉള്ള ദിവസമാണെങ്കിൽ അന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ പ്രവർത്തിക്കാനായിട്ട് അപ്പോഴും കുറച്ച് ടൈമൊക്കെ തന്നെ കിട്ടാറുള്ളൂ. അതൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഇതിൽ പിടിച്ചു നിൽക്കണം, ഇതിൽ വിജയം വരണം. അതിനാണ് ആഗ്രഹം. എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. ഷായി സാറിനോടും സുമയ മാഡത്തിനോടും എല്ലാവരോടും വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒന്നും മുന്നേ കൂട്ടി ആലോചിച്ചിട്ടൊന്നും ഇല്ല പറയാൻ വേണ്ടിയിട്ട്. താങ്ക് യു മാം. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തതിൽ വളരെയധികം നന്ദി. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ചേച്ചി ഒരു 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു എന്റർപ്രണർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രോഡക്ട്സിലൂടെ ചേച്ചിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരുപാട് നല്ല ആരോഗ്യവും അതിലുപരി ഒരു സമ്പത്തും എല്ലാം നേടിയെടുക്കാനും, അതുപോലെ ആ ഒരു ടെക്സ്റ്റൈൽസ് ഫീൽഡിന്റെ ആ ഒരു മടുപ്പിൽ നിന്നും ഒക്കെ ചേച്ചിക്ക് വിട്ടു നിൽക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ പറയാണ്, എത്രയും വേഗം ചേച്ചിക്ക് അതിന് സാധിക്കട്ടെ. ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നല്ലൊരു വരുമാനം നേടിയെടുത്തുകൊണ്ട് ടെക്സ്റ്റൈൽസ് ഫീൽഡിനെ പാടെ ഉപേക്ഷിക്കാനായിട്ട് ചേച്ചിക്ക് സാധിക്കട്ടെ. അപ്പോൾ സമയത്തിന് ഒത്തിരി പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിർമ്മല ചേച്ചി. കാരണം അറിയാം, നമുക്ക് ആ ഒരു ഫീൽഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലികൾ ഉണ്ടാവാം, പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് സമയം മീറ്റിംഗുകൾ കയറണം, പ്രോസ്പെക്ടിങ് ചെയ്യണം, അപ്ലൈൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ വലിയ വലിയ പിൻ ലെവൽസ് ഒക്കെ പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്ത് മുന്നേറാനായിട്ട് വലിയൊരു ടീം ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോ ഇനി അടുത്ത ഒരു വ്യക്തിയിലേക്ക്, അടുത്ത ഒരു അച്ചീവർ എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അച്ചീവ് ചെയ്ത ഒരു വ്യക്തി എന്ന് വേണം ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കും. കാരണം ഒരുപാട് നമുക്കെല്ലാം എല്ലാവർക്കും നമുക്ക് എന്താ ശാരീരികമായും മാനസികമായിട്ടൊക്കെ ഒരുപാട് നമ്മൾ വെൽ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെ? പക്ഷെ നമ്മളെല്ലാം ചെറിയ ചെറിയ പനിയാണ്, തലവേദനയാണ്, ഈവൻ ഞാനും പറയാറുണ്ട്, ഒരുപാട് എക്സ്ക്യൂസസ് പറയുന്ന വ്യക്തികളാണ് നമ്മൾ എല്ലാവരും. പക്ഷെ ആ ഒരു പോയോ? എന്താണ് കേൾക്കാത്ത? ചേച്ചി എന്താ കാട്ടുന്നത്?
നിർമ്മല ചേച്ചി എന്താണ് കാട്ടിക്കുന്നത്? മുട്ടാക്കി കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്, സുഷിതന് നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നിച്ചു. എല്ലാവരും ക്ഷമിക്കണം, എന്റെ സൂം പെട്ടെന്ന് അങ്ങ് ഓഫ് ആയി പോയി. ഓക്കെ, ഇൻവൈറ്റ് ചെയ്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യാനുള്ള വ്യക്തി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു നമ്മളെ എല്ലാവരും ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന വ്യക്തികളാണ്. പക്ഷേ തന്റെ സ്വന്തം പരിമിതികളിൽ നിന്നുകൊണ്ട് പരിധിയിലേറെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ വളരെ ഞാൻ പേഴ്സണലി അദ്ദേഹത്തിനെ അറിയത്തില്ല, എങ്കിൽ കൂടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഒരുപാട് റിവ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് ഷംസുദ്ദീൻ സാറിനെയാണ്. നമുക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഡക്റ്റ് ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ട്, കുറെ അധികം സപ്ലിമെന്റ്സ് സജസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നല്ല നല്ല റിവ്യൂസ് ഇടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കേൾക്കാനായിട്ട് നമ്മളെല്ലാം ഈഗർലി വെയിറ്റിംഗ് ആണ്. സർ, പ്ലീസ് വെൽക്കം. ഷംസുദ്ദീൻ. ഹലോ, ഗുഡ് മോർണിംഗ് ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നെ പരിചയപ്പെടുത്ത, എൻ്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ പട്ടാമ്പിക്കൊപ്പത്ത് നിന്ന് ജോയിൻ ചെയ്യുന്നു. പിന്നെ ഈ നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് അധികം ആയിട്ടില്ല, 2 മാസേ ആയിട്ടുള്ളൂ. കേൾക്കണില്ലേ? പോയോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. അപ്പൊ 2 മാസമായിട്ടുള്ളൂ ഞാൻ വന്നിട്ട്. ഞാൻ അതിന്റെ മുമ്പേ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിരുന്നു. അതിൽ വെച്ചിട്ടാണ് നമ്മളൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടത്. അപ്പോൾ അവൻ്റെ അടുത്ത് ഈ ക്ലീനിങ്ങിന്റെ ഐറ്റംസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ വീട്ടിൽ കിടപ്പിലായിട്ട് ഒരു 15 വർഷത്തോളമായി. അതിൻ്റെ ഇടയ്ക്കാണീറ്റ് നടക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാനിപ്പോൾ 2 വർഷമായിട്ട് വീട്ടിലൊന്ന് വീണ് കാല് എല്ല് പൊട്ടി അങ്ങനെ കിടപ്പിലായിട്ട് ഇപ്പോൾ 2 വർഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നമ്മളെ കൂട്ടുകാരൻ നമുക്ക് കുറച്ച് വീട്ടിൽ ചെയ്താൽ കിടക്കല്ലേ, എനിക്ക് എന്തെങ്കിലും വരുമാനം ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് കുറച്ച് ഈ ക്ലീനിങ്ങിന്റെ സാധനങ്ങളൊക്കെ കൊടുന്നു തന്നു. അത് ആദ്യമൊക്കെ നമ്മൾ ഇവിടെ കൊടുന്നിറക്കിയ സമയത്തൊക്കെ എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയിരുന്നു. പിന്നെ അത് കൊണ്ടുപോയി നിർത്തി. അങ്ങനെ വീട്ടിൽ കെട്ടിക്കിടക്കൽ തുടങ്ങി. ഞാനതിന് പൈസ കൊടുത്തിട്ടും ഞാനത് അങ്ങനെ മേടിച്ചതൊന്നല്ല. അപ്പോൾ ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ്, ഞാനിപ്പോൾ നമ്മളെ കമ്പനിയിൽ നിന്ന് മാറി ഞാൻ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിങ്ങനെ വെസ്റ്റേജ് ആണ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല, പിന്നെ ഏതൊരു മാഡം അതിൽ ആഡ് ആക്കിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആ മാഡത്തിൻ്റെ നമ്പർ എനിക്ക് കൊണ്ടാ, ഞാൻ
സംസാരിക്കട്ടെ പറഞ്ഞു. അങ്ങനെ ഭീമ മാഡത്തിന്റെ നമ്പറാണ് അവൻ തന്നത്. അങ്ങനെ ഭീമ മാഡത്തിനേക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു. പറഞ്ഞ് അപ്പോൾ മാഡത്തിന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ കമ്പനി 100% നല്ല വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനിയാണ് എന്നുള്ളത് എനിക്ക് ആ മാഡത്തിന്റെ സംസാരത്തുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു മാഡത്തിനോട് എൻ്റെ ID അടിക്കാനുള്ള സംവിധാനം ചെയ്യണം പറഞ്ഞു. അങ്ങനെ അതിന് ആധാറും കാര്യങ്ങളൊക്കെ ചോദിച്ച് അതൊക്കെ കൊടുത്ത് ഞാനിപ്പോൾ ഈ ജനുവരിയിലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഞാൻ സാജി സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ കേട്ടത്. സാജി സാറിനായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് ഒഴിവ് തന്നെയാണ് ഫുള്ളായിട്ട്. എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യും, എല്ലാ സൂമും ഞാൻ കേൾക്കും. അങ്ങനെ ഇപ്പൊ ഞാൻ 8% എത്തിക്കുന്നത്. ഇതിപ്പോ മെയിനായിട്ട് എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് എൻ്റെ താഴെ 2 ആളെ ഞാൻ ചേർത്തിയതാണ്. അതിൽ ഒരാൾ ID അടിച്ചു, ഒരാൾ ഒന്നും മേടിച്ചിട്ടില്ല. വേറൊരു ആളുണ്ടായിരുന്നു. അയാളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കമ്പനി. അപ്പൊ ഞങ്ങളെ ആദ്യത്തെ കമ്പനിയിൽ അയാൾ കയറി. അയാളൊരു ഉസ്താദാണ്, മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ്. അപ്പൊ അയാൾക്ക് വീടൊന്നുമില്ല, വളരെ സാമ്പത്തിക പ്രശ്നത്തിലാണ് അയാളെ ജീവിതം പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഒരു പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് വരണോന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് 20,000 പോയിന്റ് ഉണ്ടായിട്ട് അവര് ഒന്നും തന്നിട്ടില്ല, വെറും പറ്റിക്കൽസാണ്, അതിലൊന്നും പോയി പെടണ്ട പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പറ്റിക്കൽസും ഇല്ല, ഞാനിപ്പോ എന്തായാലും ഇപ്പൊ അതിലുള്ള കുറെ ആൾക്കാരെ ഞാൻ പിന്നെ റൂമായിട്ടും ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ അതിൽ സംസാരിക്കണമൊക്കെ കേട്ടപ്പോ അത് ഒരു പറ്റിക്കൽസും അല്ല. പറ്റിക്കൽസ് എന്ന് പറഞ്ഞാല് നമ്മൾ ID അടിക്കണമെങ്കിൽ ഇപ്പൊ ഈ മറ്റുള്ളവർ പറയും പോലെ നമ്മൾ പൈസ കൊടുത്തിട്ടാണെങ്കിൽ അത് പറ്റിക്കൽസ് എന്ന് പറയാം. ഇത് 5ന്റെ പൈസ നമ്മളോട് ചോദിച്ചിട്ടും നമ്മൾ കൊടുക്കും വേണ്ട, അത് വേണ്ടേനും. അതില് ഞാൻ അവനോട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അതൊക്കെ വെറുതെ നമ്പർ ഇടാണ്, ഒന്നും കിട്ടൂല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ 2 മാസത്തിന്റെ ഉള്ളിൽ നിന്നെ ഒന്നും കൂടി ഞാൻ വിളിക്കാം, അപ്പൊ ഞാൻ അതിനുള്ള തെളിവ് എനിക്ക് ഞാൻ കാണിച്ചു തരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് വെസ്റ്റേജിന്റെ കമ്പനിയോടും അതുപോലെ ഈ വിന്നിങ് ടീമിലുള്ള എല്ലാ ആളുകളോടുമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. കാരണം ഞാൻ ഫസ്റ്റിലെ ഈ കമ്പനിയിൽ കയറിയിട്ട് ഞാൻ പൈസ മുൻകൂട്ടി അടച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിൽ നമ്മൾ സാധനങ്ങൾ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം, അത് എടുത്ത് കൊടുന്ന് നമ്മൾ വിൽക്കണം. പക്ഷെ അത് വിൽക്കാൻ വേണ്ടി നമ്മൾ സാധനം എടുക്കുമ്പോൾ തന്നെ നമ്മളെ പോയിന്റ് ലെഫ്റ്റും റൈറ്റും മാച്ച് ആയാലേ അതിൽ പൈസ കിട്ടുള്ളൂ. അതിൻ്റെയും പുറമെ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മളെ ബില്ലാണ് അടിച്ച ആ പോയിന്റ് നമ്മൾ വെയിൽ കൊണ്ട് നടന്ന് അത് വിറ്റോ ഇല്ലേ എന്നുള്ളത് ലീഡർമാർക്ക് അറിയേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുമ്പേ അവരെ അക്കൗണ്ടിൽ നമ്മളെ ആ വേർപ്പ് കയറും. ഇതിൽ നേരെ തിരിച്ചാണ്. ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചപ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസം നമ്മളെ ഈ വെസ്റ്റേജിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കും. അപ്പൊ എനിക്ക് ഞാൻ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ 2 കമ്പനിയോടും ഇതിലത്തെ ടീം അംഗങ്ങളോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് ഫസ്റ്റിൽ ഇപ്പൊ ഞാൻ 2 മാസമായപ്പോഴേക്ക് എനിക്ക് 2 വൗച്ചർ, ഒരു 750ന്റെ വൗച്ചറും ഒരു 109ന്റെ വൗച്ചറും വന്നിട്ടുണ്ട്. ഇന്നത്തെ ബോണസ്, ആദ്യത്തെ ബോണസ്, കഴിഞ്ഞ മാസത്തെ ബോണസ് 109 രൂപ. ആ 109 രൂപ എനിക്ക് 10,000ന്റെ മേനിയാണ്. ഞാൻ പുതുതായിട്ട് കമ്പനികൾ ജോയിൻ ചെയ്തതാണ്. എനിക്ക് എന്താ വെച്ചാല് പല ആളുകളും സഹായിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോണത്. അപ്പോ എനിക്ക് ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഇന്നെ പോലെ എൻ്റെ അടുത്ത് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നെ പോലുള്ള 2-3 കുടുംബത്തിനെ എനിക്ക് സഹായിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അപ്പൊ അതിന് ഞാൻ ഈ വെസ്റ്റേജിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും എനിക്ക് നേടിയെടുക്കാന്നുള്ളത് എനിക്ക് 100% എനിക്ക് വിശ്വാസം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ പിന്നെ ഈ എൻ്റെ വോയിസ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വയ്യ. പിന്നെ ഞാൻ ഒരുപാട് ആളുകൾക്ക് ഈ പിന്നെ നമ്മളെ സപ്ലിമെന്റേഷൻ പറഞ്ഞു കൊടുത്ത ആൾക്കാർ ആരും അത് വേണ്ടാന്ന് പറഞ്ഞില്ല. അപ്പോ
ഇത് കൊടുത്ത ആളുകളൊക്കെ ഈ കൂടുതൽ ദണ്ണുള്ള ആളുകൾ, പലവിധ അസുഖങ്ങളുള്ള ആളുകൾക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകും. ഈ ചെറിയതായിട്ടുള്ള പെട്ടെന്ന് 1 മാസം 2 മാസം കൊണ്ടൊക്കെ വന്ന ചെറിയ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ സപ്ലിമെന്റേഷൻ കൊടുത്താൽ 4 ദിവസം കൊണ്ടൊക്കെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ കമ്പനിയിലെ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 100% നാച്ചുറലും ആണ്. ധൈര്യമായിട്ട് ഉപയോഗിക്കുക, ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഞാൻ വീണ സമയത്ത് എൻ്റെ കയ്യിന് ഒരു ഷോൾഡർ വേദന തുടങ്ങിയതാണ്. ഏത് ഡോക്ടർമാരെ അടുത്ത് ചെന്നാലും ഈ കിഡ്നി പ്രശ്നം ഉള്ളത് കൊണ്ട് ഗുളിക തരാൻ പറ്റൂല പറയും. ഒരു ഓയിൽമെന്റുകൾ തരും, അത് തേക്കുമ്പോൾ തൽക്കാലം ഒരു സമരം കിട്ടും. അത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ മറിയാനോ എനിക്ക് കഴിയില്ല. ഞാനിപ്പോൾ ഇതിൽ വന്ന് സാജി സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കുക പറഞ്ഞു. ഞാൻ ഫ്ലാക്സ് ഓയിൽ മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ 4 ദിവസം കുടിച്ചപ്പോൾക്ക് ഇതിൻ്റെ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് മാറി എന്ന് പറയണമെങ്കിൽ ഒരു 10% ഇനി ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഫുള്ളായിട്ട് നോർമലായിരിക്കും. അതുപോലെ നമുക്ക് കൊടുത്ത ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ടാണ്. പിന്നെ ഇതിൽ ഭീമ മാഡം നമ്മളെ സഹായിച്ചിട്ടുണ്ട്, സാജി സാർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. ഇനി കൂടുതൽ റിസൾട്ട് കിട്ടുമ്പോൾ കൂടുതൽ പറയും. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി വളരെ നല്ല രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. പക്ഷേ എനിക്ക് കുറെ ഭാഗങ്ങൾ മിസ്സായി പോയിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ എല്ലാവർക്കും വളരെ വിലപ്പെട്ട വിവരങ്ങളായിരിക്കാം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്ത് സ്വന്തം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദേശത്തേക്ക് വരെ അദ്ദേഹം പ്രോഡക്ട്സ്, നമ്മളുടെ സപ്ലിമെന്റ്സ് അയക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ വലിയ വലിയ ബിസിനസ് ആണ് ആ ഒരു സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്യുന്നത്. നമുക്കൊക്കെ അതിലേറെ എന്താ പറയാ, പുറത്തിറങ്ങി വർക്ക് ചെയ്യാനും നമുക്ക് പരിധികൾ കുറച്ചുകൂടെ ഉണ്ട് അല്ലെ. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ വലിയ വലിയ വിജയങ്ങൾ ഇപ്പോ എനിക്ക് തോന്നുന്നു 8% ലെവലിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എത്രയും വേഗം വലിയൊരു ടീമൊക്കെ ഡെവലപ്പായി അദ്ദേഹത്തിന് ഇപ്പോ ഞാൻ കേട്ടതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് സ്വന്തം ഒരു വരുമാനം ഉണ്ടാക്കുന്നതിലൂടെ തന്നെ അതിലുപരി മറ്റുള്ളവരെയും, അദ്ദേഹത്തിനെ പോലെയുള്ള മറ്റുള്ളവരെയും സഹായിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിലൂടെ നമ്മൾ പറയുന്ന നമുക്ക് കിട്ടുന്ന കുറെ അധികം കാര്യങ്ങളിൽ ഒരു കാര്യം തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് അല്ലെ. തീർച്ചയായിട്ടും സാറിന് അതിന് സാധിക്കട്ടെ. സാറിന്റെ ലൈഫിലേക്കും അതുപോലെ തന്നെ സാറിനെ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന വ്യക്തികളിലേക്കും വലിയൊരു വെളിച്ചം വീശാനായിട്ട്, വലിയൊരു ആരോഗ്യം നേടിക്കൊടുക്കാനായിട്ട് സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വലിയ വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അപ്പോ നമുക്ക് അടുത്തൊരു അച്ചീവർ എന്നതിലുപരി നമുക്ക് അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ പ്രസന്റേഷനിലൊക്കെ വളരെ മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു താരം എന്ന് പറയാം. മറ്റാരുമല്ല, നമ്മുടെ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള സജിത മാം ആണ്. ഇന്ന് ഉച്ചയ്ക്ക് ഈ ഒരു TV നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ മാം ചോദിച്ചു, ഞാൻ എന്താണ് പറയാ, ഇതിന് എന്നെക്കാൾ ഏറെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ ഇതിൽ ഇല്ലേ എന്ന്. പക്ഷേ നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ അറിയാം, 2 മണിയുടെ പ്ലാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന, വളരെ കുറച്ച് നാളുകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് സെഷൻ, അതുപോലെ തന്നെ എന്ത് സെഷൻസ് പറഞ്ഞാലും, MC ആയിക്കോട്ടെ, സെഷൻ ആയിക്കോട്ടെ, പ്ലാൻ പ്രസന്റേഷൻ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ മാം ഒരു ജോലി ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയല്ല. എപ്പോ എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഓക്കെ പറയണമെന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയല്ല. വളരെയധികം തിരക്കുകൾ പിടിച്ചുള്ള ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ഒരു വീട്ടമ്മ കൂടിയാണ്. അവരുടെ ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം ഈ ഒരു ബിസിനസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ മാമിനെ വളരെ സ്നേഹപൂർവ്വം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും വളരെ കത്തിജ്വലിക്കുന്ന വാക്കുകൾ നമ്മളിലേക്ക് കൺവേ ചെയ്യാനും മാമിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സജിത മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എന്താ പറയാ, വല്ലാത്തൊരു ഫീലാണ്.
എന്തായാലും താങ്ക് യു. കാരണം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പറയുന്ന ആ ഒരു പവറൊന്നും ചിലപ്പോ ഉണ്ടാവില്ല കേട്ടോ. മാം അത് ഇത്തിരി കൂടി കയറ്റി വെച്ച് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും താങ്ക് യു. ഈ ഒരു വെസ്റ്റീജ് ആയിട്ട് എനിക്ക് കണക്ട് ആവാൻ പറ്റിയത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഇതുപോലെ ഒരു ഫാമിലി, വലിയൊരു ഫാമിലിനെ എനിക്ക് കിട്ടി. അതിൽ തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തിരക്ക് പിടിച്ച ജീവിതം തന്നെയാണ്. പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളെങ്കിൽ പോലും നമ്മളുടെ ആ ഒരു ഒഴിവ് സമയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനും അതിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പല ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് വന്നതാണ്. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ആൾ തന്നെയാണ്. ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു വീട് തന്നെയാണ്. ഞാൻ 20 വർഷമായിട്ട് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കണം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് കിട്ടാതിരുന്ന ആ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വെസ്റ്റീജ് ബിസിനസ്സിലൂടെ എനിക്ക് കിട്ടുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലിപ്പോ എല്ലാവർക്കും ഇപ്പൊ ഒരുവിധ ആൾക്കാർക്കൊക്കെ എന്നെ അറിയുന്നുണ്ടാവും. എന്റെ ഫേസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു രൂപത്തിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അറിയുന്നുണ്ടാവും. എങ്കിലും അറിയാത്ത ആൾക്കാർ പുതുതായി ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാഡം എന്നെ പരിചയപ്പെടുത്തി എങ്കിൽ പോലും ഞാൻ എന്നെ ഇപ്പൊ സ്വയം പറയാണ്. എന്റെ പേര് സാജിദ ദാവൂദ്. ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഫാമിലി എന്ന് പറയുന്നത് 4 മക്കളും അതുപോലെ ഹസ്ബൻഡും അടങ്ങുന്നതാണ്. ഞങ്ങൾ ഇവിടെ ചെറിയൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്. അതുപോലെ മാഡം പറഞ്ഞ പോലെ തന്നെ ചെറിയതായിട്ട് ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കിച്ചണിലായിരിക്കും. അപ്പൊ അതിനുശേഷമുള്ള ടൈമില് എനിക്ക് എന്തൊരു സെഷൻ ആയാലും എനിക്ക് സഹകരിപ്പിക്കുന്ന ആ ഒരു എന്ത് ഇതായാലും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ എന്റെ കഴിവിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ മാഡം നല്ല രീതിയിൽ തന്നെ എന്റെ ആ ഒരു പ്രസന്റേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത് വളരെ നന്ദി. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു ഇപ്പോ ഈ ഞാൻ നേടിയിട്ടുള്ളത് 12% ആയിട്ടുള്ളത്. ആ ഒരു ലെവൽ എന്ന് പറയുന്നത് അത്ര വലിയൊരു ലെവലൊന്നും അല്ല. എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ലെവലാണ്. നമുക്ക് കാരണം കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ ചെറിയൊരു മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്റെ കൂടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സീരിയസ് ആയിട്ടുള്ള ആളുകളല്ല. എങ്കിൽ പോലും ഞാൻ ഈ ഒരു ആ ഒരു ഫീൽ എനിക്ക് വരുന്നില്ല ഇതിൽ വർക്ക് ചെയ്യാനായിട്ട്. കാരണം മെയിൻ ആയിട്ട് എന്റെ ഒരു ആരോഗ്യം തന്നെ എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു വരുമാനത്തിലുപരി നമുക്ക് നല്ലൊരു ആരോഗ്യം വേണം. ആ ഒരു ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ജോലിയും ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. ഏറ്റവും ഫസ്റ്റ് എനിക്ക് നല്ലൊരു ആരോഗ്യം നമ്മുടെ ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ വലിയൊരു സന്തോഷമാണ്. ഈ ഒരു ഞാനിപ്പോ ഇത് ഒരു ബിസിനസ്സിൽ കണക്ട് ആയിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു 6 മാസമായിട്ട് ഇതുവരെ എന്റെ ഫാമിലിയിൽ ഒരാൾക്ക് പോലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. എന്തിനാ ചെറിയൊരു ജലദോഷപ്പനി പോലും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സപ്ലിമെന്റ്സ് തന്നെയാണ് അതിന്റെ പവർ. കാരണം ഞാൻ ഇന്ന് ഏതൊക്കെ സപ്ലിമെന്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. 20ഓളം സപ്ലിമെന്റ് ഒരു ദിവസം ഞാൻ കഴിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ഏതൊക്കെ സപ്ലിമെന്റ് നമ്മളൊരു സെഷനിൽ കേൾക്കുമ്പോൾ ഏതൊക്കെ സപ്ലിമെന്റ് ഉണ്ടോ അതിനെ കുറിച്ചുള്ള ഗുണങ്ങളും ഇതൊക്കെ നമ്മൾ അറിയുന്ന അനുസരിച്ച് ഓരോ മാസവും ഞാൻ പർച്ചേസിങ്ങിലൂടെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് കഴിക്കുന്നത് വഴി നമുക്ക് നല്ലൊരു ആരോഗ്യം കിട്ടുന്നുണ്ടല്ലേ. നമുക്ക് എപ്പോഴാണ് ഒരു അസുഖം വന്നിട്ട് നമ്മളൊരു കെടുപ്പിലാവാമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നമ്മളൊരു മുൻകരുതൽ എന്ന നിലയിൽ നമ്മൾ ഇത്തരം സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആരോഗ്യം കിട്ടുന്നുണ്ട്. അപ്പോ ഏറ്റവും മെയിൻ ആയിട്ട് എന്റെ ഒരു ആരോഗ്യം എനിക്ക് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ ഫാമിലിയുടെ ആയാലും. എന്റെ ഹസ്ബൻഡ് 2 വർഷത്തോളം ഗൾഫില് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് അവിടുത്തെ ക്ലൈമറ്റ് പറ്റാതെ ഒരു പുറം വേദന വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ആർക്കും അറിയില്ല. ഡോക്ടേഴ്സിന് പോലും അറിയില്ല ആ ഒരു പുറം വേദന എന്താന്ന്. കാരണം ആ ഒരു പുറം വേദന വെച്ചാൽ സാധാരണഗതിയിലുള്ള ഒരു വേദന അല്ല. എന്താ പറയാ, എനങ്ങാൻ പറ്റില്ല, വളഞ്ഞു നിൽക്കാനേ സാധിക്കുള്ളൂ. ഒരാളെ ഹെൽപ്പ് ഇല്ലാതെ ബാത്റൂമിൽ പോകാൻ വരെ സാധിക്കാത്ത ഒരു അവസ്ഥയിലുള്ള വേദനയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വേദനയ്ക്ക് അവിടെ ഗൾഫിൽ വെച്ചിട്ട് തന്നെ പല ഡോക്ടേഴ്സിനെ കണ്ടു. ഹോസ്പിറ്റലിലെ ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തിന് എടുത്തിട്ടാണ് കൊണ്ടുപോയിരുന്നത്. അവിടെ പോയിട്ട് പല ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ വല്ലാതുള്ള ഒരു വേദനയൊന്നും കുറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് കൊറോണ ബാധിച്ച് അദ്ദേഹത്തിന് കൊറോണ പിടിച്ചു. അങ്ങനെ ആ ലോക്ക്ഡൌണിലായിരുന്നു അദ്ദേഹം. എന്താ പറയാ, ഒരു മാസം വരേണ്ട ഡേറ്റിൽ വരാൻ പറ്റാതെ 1 മാസം കൂടി കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ടും വീണ്ടും അദ്ദേഹത്തിന് വീണ്ടും കൊറോണ വന്നു. 2-3 പ്രാവശ്യം ആൾക്ക് കൊറോണ വന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ജലദോഷമുള്ള ഒരാളെ കൂടെ പോയാൽ മതി, അപ്പോഴത്തേനും ആൾക്ക് വയ്യാണ്ടാവുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ പുറവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വേദന ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോഴെന്ന് വെച്ചാല് നമ്മുടെ ഈ സപ്ലിമെന്റ്സ് കഴിക്കുന്നേക്കാളും മുമ്പ് വരെ. അപ്പൊ ഇവിടെ പല ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് വണ്ടിയിൽ കയറ്റിയിട്ടാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവർ ഇഞ്ചക്ഷൻ അടിക്കും.
ആ ഇഞ്ചക്ഷന്റെ ആ ഒരു ഡോസ് തീരുന്ന വരെ ആൾക്ക് വേദന ഒന്നും ഇല്ലാതിരുന്നിരുന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഈ നമ്മുടെ സപ്ലിമെന്റ്സുകൾ, പല സപ്ലിമെന്റുകളും ഞാൻ വാങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡിന് പ്രത്യേകമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ആ ഒരു 2 വർഷം വരെ ആൾ അനുഭവിച്ചിരുന്ന ആ ഒരു വേദന ഒക്കെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചത് തന്നെയാണ്. പിന്നെ ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഈ ഒരു നമ്മൾ പലരും നല്ല ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരാണ്. നമ്മുടെ എല്ലാവരെയും തിരക്കിന്റെ ഇടയിലും നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഇതിലൂടെ നേടാൻ സാധിക്കും. വിജയം മാത്രമല്ല, നല്ലൊരു ആരോഗ്യം. ഇപ്പോ നമ്മുടെ പുതിയതായി ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു അവസരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം ഇന്ന് ഒരുപാട് ബിസിനസ്സുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ പോലെയല്ല നമ്മുടെ ബിസിനസ് ഉള്ളത്. അപ്പൊ നമുക്ക് പല നെഗറ്റീവ്സും കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്നും നിങ്ങൾ വകവെക്കരുത്. എല്ലാവരും നമ്മുടെ ഈ ഒരു ബിസിനസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ 100% പ്രൊഡക്റ്റ് യൂസറായിട്ട് മാറാൻ ശ്രമിക്കുക. നല്ലൊരു ആരോഗ്യവും അതുപോലെ തന്നെ നല്ലൊരു വിജയം ഇതിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്താ പറയാ, ഒരു പ്രിപ്പയർ ആയിട്ടല്ല സംസാരിച്ചത്. അതുകൊണ്ട് പല മിസ്റ്റേക്കുകൾ എന്റെ സംസാരത്തിൽ ഉണ്ടാവും. അപ്പൊ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് സംസാരിക്കാൻ, എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുന്നുള്ള വിശ്വാസം ഉണ്ട്. അപ്പോ എല്ലാവർക്കും താങ്ക് യു ഓൾ. താങ്ക് യു സജിത മാം, താങ്ക് യു സോ മച്ച്. ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു. നമുക്ക് കേട്ടോ 1 മിനിറ്റ്, വേറെ ഒന്നുമല്ല. ഞാനേ എന്നെ സ്വയം പരിചയപ്പെടുത്തി, അതുപോലെ ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ പ്രധാനമായിട്ട് പറയേണ്ട ഒരു വിഷയം പറഞ്ഞില്ല. വേറെ ഒന്നുമല്ല, ഞാൻ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ആവാൻ കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹവും ഞാനും ഇതേപോലെ 12% ലെവലിലാണ് നിൽക്കുന്നത്. വേറെ ആരുമല്ല, കോട്ടയത്തുള്ള മഹേഷ് സാറാണ്. അപ്പൊ ഈ ഒരു അച്ചീവേഴ്സ് മീറ്റിൽ സത്യത്തിൽ ആ സാറിനെയും കൂടി ഉൾപ്പെടുത്തേണ്ടായിരുന്നത്. ആ സാറ് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ സാറും കൂടി സംസാരിക്കണം. ഞാനും സാറും ഒരേ ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോ വളരെ ക്ഷമയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഈ ബിസിനസ്സിലേക്ക് കണക്ട് ആയത് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ആ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ക്ഷമ, അതുപോലെ തന്നെ നമ്മളോടുള്ള ഒരു പെരുമാറ്റം, ആ ഒരു സ്നേഹം, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വൈഫും കൂടി കൂടിയിട്ടാണ് ഇപ്പൊ ആ ബിസിനസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സപ്പോർട്ട് ഇല്ലാതിരുന്ന ഒരു ഭാര്യയാണ്. ആ ഒരു സപ്പോർട്ട് വരെ അടുത്തിന് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു മീറ്റിങ്ങുകള് കേൾക്കാൻ ഇടവന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് സാറിന്റെ കൂടെ വൈഫും കൂടി ഉണ്ട് ബിസിനസ്സില്. അപ്പോ ഞാൻ സാറിനെ ഒരു പ്രത്യേക താങ്ക്സ് പറയാണ്. കാരണം ഈ ബിസിനസ്സിലേക്ക് കണക്ട് ആവാൻ കാരണക്കാരായ വ്യക്തി അദ്ദേഹമാണ്. പിന്നെ ഈ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ച് ക്ലിയർ ആക്കുന്നത് ഒന്ന് നമ്മുടെ ഓർഗനൈസേഷൻ ഹെഡായിട്ടുള്ള നമ്മുടെ ഷാജി സാർ തന്നെയാണ്. രണ്ടാമത് എന്റെ ഒരു അപ്ലൈൻ, അത് അതിലുപരി എന്റെ ഒരു ഫ്രണ്ടാണ്, നീതു ലിജോയ് ആണ് എന്റെ അത് ഞാൻ ചോദിച്ച് ക്ലിയർ ആക്കുന്ന മറ്റൊരു വ്യക്തി. അപ്പൊ ഈ ഒരു അവസരത്തിൽ അവർക്ക് 3 ആളുകളോടും ഞാൻ വലിയൊരു താങ്ക്സ് പറയാണ് കേട്ടോ. കാരണം അത് പറയാൻ ഞാൻ ഫസ്റ്റ് തന്നെ പറയേണ്ട ഒരു കാര്യമായിരുന്നു, അത് പറയാനേ വിട്ടുപോയി, സോറി. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. താങ്ക് യു സജിത മാം, താങ്ക് യു സോ മച്ച്. ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു. നമ്മള് ലാസ്റ്റ് സമയത്താണ് മാമിനെ ഇൻവൈറ്റ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോ മൈക്ക് മ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും സംസാരിക്കും അല്ലെ. ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് അത്രയും കോൺഫിഡൻസ് അവർക്കുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് ആരോഗ്യത്തിലും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും ഒക്കെ വന്നിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ് ഇത് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. അപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ മാമിന്റെ അപ്ലൈൻ മഹേഷൻ സാർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? മഹേഷൻ സാർ പ്ലാറ്റ്ഫോമിലുണ്ടോ? ഇല്ല സിസ്റ്റർ മാം, ഇല്ല സാർ, ഇല്ല.
നമ്മുടെ സുഷിത മാഡത്തിന്റെ നെറ്റ് പോയി തോന്നുന്നു. അപ്പോ ശ്രീജ മാം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും. മാഡത്തിന്റെ ടീമുള്ളതല്ലേ, ഒന്ന് ഷെയർ ചെയ്യും കാര്യങ്ങൾ. കാരണം സുഷിത മാം ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അൺമ്യൂട്ട് തരാം കേട്ടോ. മാം അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ലേ? ഞാൻ തന്നല്ലോ, അൺമ്യൂട്ട് തന്നല്ലോ. ഹായ്, സുഷിത മാഡത്തിന് നെറ്റ് ഇഷ്യൂ ആയ കാരണം ഞാനൊന്ന് ഹാൻഡിൽ ചെയ്യുവാണ്. ഓക്കെ, സോ ഇന്നത്തെ അച്ചീവേഴ്സ് മീറ്റ് എല്ലാവർക്കും എല്ലാവരുടെയും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് എല്ലാവരും കേട്ടതിന് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായി കാണും. ഇപ്പം നമ്മളിപ്പം ഒരു ബിസിനസ് ചെയ്ത് കഴിയുമ്പം നമ്മൾ വിജയിക്കുന്നതിന്റെ ആ എക്സ്പീരിയൻസ് നമ്മൾ വിജയിക്കാത്ത ആൾക്കാർ കേൾക്കുമ്പം അതൊരു വേറെ ഒരു ത്രില്ല അല്ലേ? അപ്പം എല്ലാവരുടെയും ഒരു വേറെ വേറെ എക്സ്പീരിയൻസ് എല്ലാവരും കേട്ടതിന് എല്ലാവർക്കും കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനും അറിയാനും സാധിച്ചു കാണും അല്ലേ? അപ്പോൾ ഞാൻ പ്രിപ്പയർ അല്ല, കാരണം സുഷിത മാഡം MC ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞ കാരണം ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ മാഡത്തിന് അൺഫോർച്ചുനേറ്റ്ലി നെറ്റ് ഇഷ്യൂ ഉണ്ടായി, അത് കാരണം ഞാൻ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു ഓൾ, വിഷ് യു വെൽ, ഗുഡ് നൈറ്റ് ഓൾ.